ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, എത്ര കണ്ട അമുസ്ലിങ്ങളെ ഇല്ലാതാക്കുന്നോ അത്രയും പ്രസാദിക്കുകയും സന്തോഷിക്കുകയും സംപ്രീതനാകുകയും ചെയ്യുന്ന ഒരു പടച്ചോനെ സംബന്ധിച്ചിട്ടാണ് ഖുർആൻ നമ്മളെ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം മാനവിക മൂല്യങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് നമ്മൾ പറയാനും കാരണം. പ്രത്യേകിച്ച് ഇസ്ലാം എന്ന മതത്തോട് ആർക്കെങ്കിലും ദേഷ്യമുള്ളത് കൊണ്ടോ വിരോധമുള്ളത് കൊണ്ടോ ഒന്നുമല്ല, മറിച്ച് ചില സന്ദർഭങ്ങളിലെങ്കിലും ഇസ്ലാമിൻ്റെ തനതായ സ്വരൂപം എന്താണ് എന്ന് ചില കൃത്യങ്ങളിലൂടെ നമുക്ക് ബോധ്യപ്പെടുകയാണ്. അത് തുറന്നു പറയാതിരിക്കാൻ പറ്റില്ല. മനസാക്ഷിയെ വഞ്ചിച്ച് വേണമെങ്കിൽ ഇന്ന് മുസ്ലിം പൗരോഹിത്യം ചെയ്യുന്നത് പോലെ തന്നെ ആത്മവഞ്ചന നടത്തി എനിക്ക് മുന്നോട്ട് പോകാം. കാരണം അവർ പഠിച്ചതുപോലെ തന്നെ അതേ അതോറിറ്റിയിൽ നിന്ന്, ഓതറൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്ന്, പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകരിൽ നിന്ന് തന്നെയാണ് ഈ ഗ്രന്ഥങ്ങൾ, ഈ മതത്തിൻ്റെ നൂലാമാലകളൊക്കെ ഞാനും പഠിക്കുന്നത്. പക്ഷേ ഇവരുടെ ആശയങ്ങൾ ലോക മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ്. മനുഷ്യത്വ വിരുദ്ധമാണ് പലപ്പോഴും ആശയങ്ങൾ. എങ്ങനെയാണ് ഈ ലോകം മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരു രക്ഷിതാവിന് പറയാൻ സാധിക്കുന്നത് അമുസ്ലിങ്ങളുടെ കാഫിറുകളുടെ ചോര എനിക്ക് വേണമെന്ന്? നിങ്ങൾ പതുങ്ങിയിരുന്നിട്ടാണെങ്കിലും അവരുടെ ശിരച്ഛേദം ചെയ്യണമെന്ന് എങ്ങനെയാണ് പറയാൻ സാധിക്കുന്നത്? അവരുടെ വിരലുകളെല്ലാം ഛേദിക്കണമെന്ന് എങ്ങനെയാണ് കാരുണ്യവാനായ പടച്ചറബിന് പറയാൻ സാധിക്കുന്നത്? അള്ളാഹുവിനെയോ അവൻ്റെ റസൂലിനെയോ നിഷേധിക്കുകയോ വിരോധിക്കുകയോ ചെയ്താൽ അവരെ ഇല്ലാതാക്കണം, നാട് കടത്തണം, എതിർദിശകളിൽ നിന്ന് കൈകാലുകൾ ഛേദിക്കണം എന്നൊക്കെ പറയുന്ന ഒരു പടച്ച റബ്ബ് എങ്ങനെയാണ് കാരുണ്യവാനാകുന്നത്? ഈ പടച്ച റബ്ബിന്റെ ആശയങ്ങൾ എങ്ങനെയാണ് സാധാരണക്കാരൻ സ്വീകരിക്കേണ്ടത്? എല്ലാ മതവിഭാഗങ്ങളെയും സൃഷ്ടിച്ചത് ഈ പടച്ച റബ്ബല്ലേ? എല്ലാ ഇതര മതങ്ങളെയും സൃഷ്ടിച്ച് ആ മതവിശ്വാസികളുടെ മനസ്സിലേക്ക് കാഫിറുകളാകുന്ന പടച്ചോൻ, അല്ല, കാഫിറുകൾക്ക് പടച്ചോനാണല്ലോ അത്തരം ഒരു സന്ദേശങ്ങളും വിശ്വാസങ്ങളും ഒക്കെ ഇട്ടുകൊടുക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ എങ്ങനെയാണ് പടച്ചോൻ ഇതിന് സാധിക്കുന്നത് എന്നതൊരു ചോദ്യമാണ്. ആ മുസ്ലിങ്ങളെ സൃഷ്ടിച്ച് അവരുടെ മനസ്സിലേക്ക് പടച്ചോനെ കുറിച്ചിട്ടുള്ള വിശ്വാസം ഇട്ടുകൊടുത്താൽ തീരാവുന്ന വിഷയമല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ കാഫിറുകളെ സൃഷ്ടിക്കരുത്, കാഫിറുകളെ എന്തെങ്കിലും രോഗം വരുത്തിയോ ഒക്കെ പടച്ചോനെ ഇല്ലാതാക്കാവുന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഒരു വിഭാഗം മുസ്ലിങ്ങളോട് നിങ്ങളുടെ ദൗത്യമാണ് അവരെ ഇല്ലാതാക്കേണ്ടത് എന്ന് പറയുന്ന പടച്ചറബിന്റെ ആ ഒരു ഉഡായിപ്പ് കാരുണ്യമുണ്ടല്ലോ, അതിനോടാണ് നമുക്ക് തീർത്തും വിയോജിപ്പുള്ളത്, അംഗീകരിക്കാൻ സാധിക്കാതെ വരുന്നത്. ഇപ്പൊ നോക്കോ, തലയറുത്ത് കൊല്ലപ്പെട്ട നിലയിൽ 70 മൃതശരീരങ്ങൾ കോങ്കോയിലെ ദേവാലയത്തിൽ കണ്ടെത്തിയ പൈശാചിക പ്രവൃത്തിയിൽ നടുങ്ങി ലോക മനസാക്ഷി. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ കസംഗ പ്രൊട്ടസ്റ്റന്റ് ദേവാലയത്തിലാണ് 70 പേരുടെ ശിരച്ഛേദം ചെയ്യപ്പെട്ട ശരീരങ്ങൾ കണ്ടെത്തിയത്. ദേവാലയത്തിൽ രക്തപ്പുഴ ഒഴുക്കി സമാനതകളില്ലാത്ത ക്രൈസ്തവ വിരുദ്ധത ആവർത്തിച്ചിരിക്കുന്ന തീവ്രവാദ പ്രവൃത്തിയിൽ നടുങ്ങിയിരിക്കുകയാണ് കോങ്കോയിലെ വിശ്വാസി. പോപ്പിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളുടെ ജനവികാരം മതവികാരത്തിന് എന്തെങ്കിലും കുഴപ്പം തട്ടുന്നുണ്ടോ? ഒരു പോറൽ, ഒരു മങ്ങൽ, എന്തെങ്കിലും ഒരു സ്ക്രാച്ച് ഏൽക്കുന്നുണ്ട്, അത് ഏൽക്കാതെ നോക്കാൻ ബാധ്യതപ്പെട്ട വ്യക്തി കൂടിയാണ് അദ്ദേഹം. അതുപോലെ നമ്മുടെ നാട്ടിൽ ഇസ്ലാം മതവിശ്വാസികൾ, അതല്ലെങ്കിൽ മതപൗരോഹിത്യം, മതം, അതാണ് എതിർഭാഗത്ത് വരുന്നതെങ്കിൽ പുരോഗമന നാറികൾ ആരും സംസാരിക്കില്ല, അടുപ്പുകൂട്ടിയുള്ള ചർച്ചകൾ ഉണ്ടാകില്ല, ലോകം ഒരിക്കലും നടുങ്ങില്ല, ലോകം നാണം കെടില്ല. കാരണം എതിർഭാഗത്ത് നിൽക്കുന്നത് അതിനേക്കാൾ നാണം കെട്ട മനുഷ്യത്വ വിരുദ്ധരായതുകൊണ്ട്. ലോകത്തുള്ള മുഴുവൻ ക്രൈസ്തവരും ഹൈന്ദവരും ലോകത്തിന്റെ ഏതു കോണിൽ ഏതൊക്കെ രൂപത്തിൽ പീഡിപ്പിക്കപ്പെട്ടാലും ശരി, വധിക്കപ്പെട്ടാലും ശരി, ബലാത്കാരത്തിന് ഇരയാക്കപ്പെട്ടാലും ശരി, ആർക്കും ഒന്നും പറയാനുണ്ടാകില്ല. തെരുവ് നാടകങ്ങൾ ഉണ്ടാകില്ല, കവിത രചന, കഥാരചന, ഇതൊന്നും ഉണ്ടാകില്ല. ഇനിയും പലരും അതിനെ വെച്ചിട്ട് സിനിമ ചെയ്യാറുണ്ട്. കലാകായിക മേഖലകളാണല്ലോ ഇന്ന് ഏറ്റവും കൂടുതൽ വൈവിധ്യമാർന്ന ജനങ്ങൾ സ്വീകരിക്കുന്ന മേഖല. എന്നാൽ ഈ വിഷയത്തെ സംബന്ധിച്ചിട്ട് ഒന്നും ഉണ്ടാകില്ല, ഒരു എഴുത്തുണ്ടാകില്ല, ഒരു വീഡിയോ ആരും ചെയ്യില്ല, ഇതിനെ അപലപിച്ചുകൊണ്ട് ഒരു ഹാഷ്ടാഗ് ചെയ്യില്ല, ഒരു പ്രതിഷേധം പോലും അവർ സംഘടിപ്പിക്കില്ല. പക്ഷേ ലോകത്തിന്റെ ഏതെങ്കിലും കോണിൽ ഒരു മുസ്ലിമിന് എന്തെങ്കിലും രൂപത്തിൽ ബുദ്ധിമുട്ടുണ്ടായാൽ, അവന്റെ മതവികാരത്തിനു മങ്ങലേറ്റാൽ, അപ്പോൾ ഇളകും ഇവിടത്തെ സകലമാന പുരോഗമനവാദികളും. നമുക്കപ്പോൾ അവരുടെ വായ തുറക്കുന്നത് കാണാൻ പറ്റും. സമൂഹം ഇരകളെ ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധമുള്ള ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പായ അലൈഡ് ഡെമോക്രാറ്റിക് ഫോഴ്സസ് ബന്ദികളാക്കിയതായും കൊല്ലപ്പെടുന്നതിന് മുൻപ് ദിവസങ്ങളോളം തടവിലാക്കിയതുമായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. നോക്കണം, ലോകത്തിന്റെ എല്ലാ കോണിലും ഈ വിഭാഗം എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നതെന്ന്. ഇവർക്ക് എന്ത് കിട്ടും?
അവിടെയാണ് ചോദ്യം. എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്, കുറെ കാഫിറുകളെ ഉന്മൂലനം ചെയ്താൽ, കുറെ കാഫിറുകളെ ഇല്ലാതാക്കിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? അത് നോക്കിയിരിക്കുന്ന പടച്ചോനുണ്ടെന്നേ മോളില്. അതായത് ആ പടച്ചോൻ നോക്കുന്നത് എത്ര കാഫിറുകളുടെ തലയാണ് ഇവൻ എടുത്തത്, എത്ര കാഫിറുകളെ പീഡിപ്പിച്ചിട്ടുണ്ട്, എത്ര കാഫിറുകളെ ദ്രോഹിച്ചിട്ടുണ്ട്. ശരി, ഇവൻ 101 പേരുടെ തലയെടുത്തു, ഓക്കെ, നിനക്ക് സ്വർഗം. മറ്റവൻ 102, നീ അങ്ങോട്ട് നീങ്ങി. ഇങ്ങനെ ഇവരെ ഇങ്ങനെ തലയെടുത്ത ആളുകളുടെ എണ്ണം നോക്കി അവാർഡും റിവാർഡും പുരസ്കാരങ്ങളും സ്വർഗത്തിലെ ഹൂറികളുടെ എണ്ണവും ഒക്കെ കൂട്ടിക്കൊടുക്കുന്ന ഒരു പടച്ച റബ്ബിനെയാണ് 6-ാം നൂറ്റാണ്ടിലുള്ള ഈ ഗോത്ര ഗ്രന്ഥം നമുക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ കുറച്ച് വയലൻസ് ഉള്ള ആശയങ്ങൾ, ആയത്തുകൾ മാത്രം പഠിപ്പിക്കപ്പെടുന്ന ഒരു ജനതയുണ്ട് ഇവിടെ. ഐസിസ് പോലെ, അൽ ഖ്വയ്ദ പോലെ, ലഷ്കർ-ഇ തൊയ്ബ പോലെ, ഇങ്ങനെ കുറെ ഭീകരവാദികളായ, തീവ്രവാദികളായ ആശയക്കാർ അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ലോകം മുഴുവനും ഇസ്ലാമിന്റെ കാൽ ആക്കുന്നതിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതിന്റെ റിസൾട്ടാണ് ഈ സംഭവിക്കുന്നതൊക്കെ. ഈ 70ഓളം ആളുകൾ ഇവരെ എന്താണ് ചെയ്തത്? 100 കണക്കിന് ആളുകളുടെ തലകളാണ് ഇവരെടുക്കുന്നത്. കാഫിറുകളുടെ തലയെടുക്കുമ്പോഴും സമാധാനം, ഇവർ അല്ലാഹു അക്ബർ എന്ന് വിളിച്ചിട്ടുണ്ടാകും. ഓക്കെ, ഇപ്പക്കാലത്ത് രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ മേഖലയിൽ വിശ്വാസികൾക്ക് നേരെ വർദ്ധിച്ചു വരുന്ന പീഡനങ്ങളിൽ ഏറ്റവും ക്രൂരവും ഹീനവുമായ ആക്രമണമാണ് അരങ്ങേറിയിരിക്കുന്നത്. ഓപ്പൺ ഡോഴ്സ് ഇന്റർനാഷണൽ പറയുന്നതനുസരിച്ച് പള്ളിയിൽ കണ്ട ലോക മാധ്യമങ്ങളൊക്കെ ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും മുഖ്യധാരാ മാധ്യമങ്ങൾ പോട്ടെ, ഏതെങ്കിലും ഓൺലൈൻ മാധ്യമങ്ങൾ ഈ വാർത്ത കണ്ടതായി പോലും നടിച്ചിട്ടില്ല. കാരണം എന്താ? എതിർഭാഗത്ത് നിൽക്കുന്ന മുസ്ലിങ്ങൾ വേദനിക്കും. കാരണം ഈ ചെയ്തത് ഇസ്ലാം മത തീവ്രവാദ സംഘടനകളല്ലേ. അപ്പോൾ അവരുകൂടി അതിനെ താലോലിക്കുന്നുണ്ട്. അതാണല്ലോ പാലക്കാട് തൃത്താലയിൽ കണ്ട ഹമാസ് ഭീകരരുടെ ചിത്രങ്ങൾ ഇന്ത്യ ആനപ്പുറത്തുള്ള എഴുന്നള്ളിപ്പ്. അപ്പോ അവരെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അവർ നെഞ്ചിലേറ്റി കൊണ്ട് നടക്കുകയും ചെയ്യുന്ന ഒരു മതവിഭാഗമാണ് ഈ തീവ്രവാദ വിഭാഗം. അതുകൊണ്ട് അവർക്ക് വേദന ഏൽക്കുന്ന, അവരുടെ മതവികാരത്തിന് പോറലേൽപ്പിക്കാൻ പോലും ഇവിടുത്തെ നവോത്ഥാന ചിന്താഗതിക്കാരും എഴുത്തുകാരും ജേർണലിസ്റ്റുകളും ഒന്നും തയ്യാറാകില്ല. സമാധാനം, പ്രത്യേകിച്ച് മാധ്യമങ്ങൾ. മൃതദേഹങ്ങളിൽ പലതും ലുബേറോ അതിർത്തിയിൽ നടന്ന വിവിധ ആക്രമണങ്ങളിൽ തട്ടിക്കൊണ്ടുപോയ വ്യക്തികളുടേതാണ്. അടുത്ത കാലത്തായി ഈ പ്രദേശങ്ങൾ തീവ്രവാദ സംഘത്തിന്റെ വിളനിലമായി മാറിയിരിക്കുകയാണ്. 1990കളുടെ അവസാനം മുതൽ ADF ഈ പ്രദേശത്ത് ക്രൂരമായ കൂട്ടക്കൊലകളും തട്ടിക്കൊണ്ടുപോകലുകളും കൊള്ളയും നടത്തിവരികയാണ്. കിബു മേഖലയിലെ ഏറ്റവും അപകടകാരികളായ സായുധ വിഭാഗങ്ങളിൽ ഒന്നായാണ് ഈ തീവ്രവാദ സംഘം കണക്കാക്കപ്പെടുന്നത്. ഓപ്പൺ ഡോഴ്സ് ഇന്റർനാഷണലിന്റെ വേൾഡ് വാച്ച് ലിസ്റ്റിൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ഇപ്പോൾ 35-ാം സ്ഥാനത്താണ്. കിഴക്കൻ DRCയിലെ ക്രിസ്ത്യാനികൾക്കും നിസ്സഹായരായ സമൂഹങ്ങൾക്കും വേണ്ടി പ്രാർത്ഥനയിൽ തുടരാൻ അന്താരാഷ്ട്ര ക്രൈസ്തവ സമൂഹത്തോട് ഇവരേത് കാലത്താണോ പ്രാർത്ഥനയിൽ നിന്നും പുറത്തു വന്ന് ഇതിനെതിരെ പ്രതികരിക്കാൻ സജ്ജമാകുന്നത്, അതുവരെ ഇതൊക്കെ സംഭവിക്കും. ഇനിയിപ്പോ നമ്മുടെ ഗാന്ധിജി പറഞ്ഞതുപോലെ 70 പേരെയല്ലേ കൊന്നുള്ളൂ, 7000 ഒന്നും അല്ലല്ലോ. നിങ്ങൾ ഇങ്ങനെ കോലാഹലം ഉണ്ടാക്കാൻ, അട്ടഹാസം ഉണ്ടാക്കാൻ വെയിറ്റ് ചെയ്യ്. 7000 ആളുകളിലേക്ക് വരുമ്പോൾ നമുക്ക് തൊള്ള തുറന്നൊരല്പം ഒരു പ്രതികരണം ഒന്ന് കാഴ്ചവെക്കാം. നന്ദി.